14 വയസ്സുകാരൻ തൂങ്ങി മരിച്ച സംഭവത്തിൽ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഗോകുൽ VS കണ്ണാടി സ്കൂളിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഗോകുലിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ആ പ്രതിഷേധ ദൃശ്യങ്ങൾ കാണാം. ഗോകുൽ VS വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഗോകുൽ, സ്കൂൾ മുഴുവൻ ആ പ്രതിഷേധത്തിൽ ഭാഗമാണ്. ആർക്കും പൊറുക്കാൻ കഴിയുന്നതോ ക്ഷമിക്കാൻ കഴിയുന്നതോ ആയ നഷ്ടമല്ല ഉണ്ടായിരിക്കുന്നത്. 14 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി, സ്വന്തം കൂട്ടുകാരൻ, തങ്ങളിൽ ഒരാൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം അത് സ്കൂളിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്ന് വിദ്യാർത്ഥികൾ ഉറച്ചു വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ കുട്ടികൾ എല്ലാവരും തോൾ പുറത്തിറങ്ങി വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉള്ളത്. ഈ വിഷയത്തിൽ ടീച്ചർക്കെതിരെ നടപടി വേണമെന്നാണ് ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നത്. എന്താണ് നീതി കിട്ടണം, അത് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു ടീച്ചർ എന്തോ റോങ് ആയി പറഞ്ഞു, അത് ഭയങ്കര ഹേർട്ടായിട്ടാണ് തൂങ്ങിയത്. അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. സ്കൂൾ യൂണിഫോമിലൂടെയാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത്. സ്കൂൾ യൂണിഫോമിലാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത്. ടീച്ചർക്കെതിരെ നടപടി എടുക്കണം. അതെ, ടീച്ചർ എടുക്കണം. ഇന്നലെയാണ് സംഭവം. അല്ല, എന്താണ് നിങ്ങളുടെ ആവശ്യം? അല്ല, ഇവിടുത്തെ ഒരു കുട്ടി മരിച്ചു. ഞങ്ങളുടെ സ്കൂളത്തെ ഒരു ടീച്ചറാണ്. ഈ കുട്ടി മരിച്ചു. അതാണ് ഞങ്ങളുടെ ആവശ്യം. ടീച്ചർക്കെതിരെ നടപടി വേണമെന്നാണോ? അതറിയില്ല. ടീച്ചർ ഭീഷണിപ്പെടുത്തിയെന്നാ പറഞ്ഞു. ഇല്ല, മരിച്ചവരാണോ? എല്ലാം ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവർ ഈ വിഷയത്തിൽ നടപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കുറച്ച് വിദ്യാർത്ഥികൾ അപ്പുറത്തെ ഭാഗത്തും ഉണ്ട്. വലിയ പ്രതിഷേധമാണ് കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വലിയൊരു കൂട്ടമായി തന്നെ ഈ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും വന്ന് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുകയാണ്. നമുക്ക് കാണാം, ഇതൊരു കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ വലിയ സ്കൂളാണ്. പാലക്കാട് ജില്ലയിലെ തന്നെ ഒരു വലിയ സ്കൂളാണ്. മാനേജ്മെൻറ്റ് എയ്ഡഡ് സ്കൂളാണ്. അവിടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുമാണ് ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നത്. ഇവരെല്ലാം ആവശ്യപ്പെടുന്നത് ഈ ടീച്ചർക്കെതിരെ നടപടിയെടുക്കണം. ക്ലാസ്സിൽ എന്താണ് ടീച്ചർ അർജുനോട് പറഞ്ഞതെന്ന് അറിയണം. ഈ സ്കൂൾ യൂണിഫോമിലാണ് ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെന്നുള്ളതാണ് സ്കൂൾ വിദ്യാർത്ഥികൾ പറയുന്നത്. ഏതായാലും വലിയ പ്രതിഷേധമാണ് കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്കൂളിൻ്റെ ഉള്ളിലേക്ക് അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടവർ പ്രതിഷേധം നടത്തുകയാണ്. വലിയ പ്രതിഷേധം കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ ഈ പറയുന്ന ഇതുപോലെയോ ഇത്രത്തോളം ഗൗരവമായ വാർത്തകളൊക്കെ പലപ്പോഴും കാണാറുണ്ട്. പക്ഷെ ഇതിപ്പോ വളരെ ഗൗരവത്തോടു കൂടി വളരെ സംഘടിതമായ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നുണ്ട്. സ്കൂൾ ഇത്ര വലിയൊരു പ്രതിഷേധം പ്രതീക്ഷിച്ചിരുന്നോ? കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിനുള്ള സജ്ജീകരണം അവിടെ ഉണ്ടോ? ഈ കുട്ടികൾ, അതായത് സ്വാഭാവികമായി ഈ ക്ലാസ്സിലെ കുട്ടികളുടെ അല്ലെങ്കിൽ ഈ സ്കൂളിലെ കുട്ടികളുടെ മാത്രം പ്രതിഷേധമാണ്. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സംഘടനയിലുള്ള ആളുകളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവർ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് പോയി. പല സംഘടനയുടെ നേതാക്കളും പോയി. ഏതെങ്കിലും ഈ സമരത്തെ നിയന്ത്രിക്കാനായിട്ടുള്ള ഏതെങ്കിലും നേതാക്കന്മാരോ ഒന്നും തന്നെ ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നേരത്തെ തന്നെ കുട്ടികൾ പലരും തങ്ങൾ ക്ലാസ്സിൽ കയറില്ല, അതിൽ ടീച്ചർക്കെതിരെ നടപടി വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവർ ഉന്നയിച്ചിരുന്നു. അപ്പോൾ എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്? ടീച്ചർ എന്താണ് ക്ലാസ്സിൽ വെച്ച് ഈ കുട്ടി തുടങ്ങിയ പല സംശയങ്ങളുണ്ട്. അത് അർജുൻ്റെ രക്ഷിതാക്കൾ പറയുന്നൊരു വിഷയം, ഈ കുട്ടിയെ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും, ജയിലിൽ കടത്തും എന്നൊക്കെ പറഞ്ഞ് ഈ ബന്ധുക്കൾ അറിഞ്ഞത്. അപ്പോൾ അത് സമയ വിഷയവുമായി ബന്ധപ്പെട്ടും ഇവർ ഒരു
തങ്ങളുടെ വിദ്യാർത്ഥി ആണെന്ന് ഭാഗത്ത് വച്ചുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് തന്നെ ഇവർ ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് കണ്ണാടി സ്കൂളിൽ 14 വയസ്സുള്ള വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. സഹപാഠികൾ ഞങ്ങൾക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, രാജിവെച്ച് പുറത്തു പോകണം അധ്യാപകർ എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം മുഴക്കി അവിടെ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് അധ്യാപിക ആ കുട്ടിയോട് സ്കൂളിൽ നിന്ന് പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണം. ഞങ്ങളുടെ യൂണിഫോം അണിഞ്ഞുകൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്, അതിന്റെ കാരണം വ്യക്തമാകണം എന്ന ആവശ്യങ്ങൾ വളരെ വികാരവായ്പോട് കൂടിയാണ് കുഞ്ഞുങ്ങൾ പങ്കുവെക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ പലരുടെയും പീഡനത്തിന്റെ പേരിൽ, സ്കൂളുകളിൽ തന്നെയുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ജീവൻ വെച്ചൊഴിഞ്ഞു പോകുന്നത്. അവിടെയൊന്നും പക്ഷേ ഇത്രയും സംഘടിതമായ, ഇത്രയും നിർബന്ധ ബുദ്ധിയുള്ള, നീതി കിട്ടിയേ മതിയാകൂ എന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. ഇതിപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വി വോണ്ട് ജസ്റ്റിസ് എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധിക്കുകയാണ്. ഗോകുൽ VS നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഗോകുൽ, എന്താണ് സ്കൂൾ അധികൃതരുടെ പ്രതികരണം? ഇത്രയും വലിയൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പാലക്കാട് കണ്ണാടി സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. ഈ സ്ക്രീനിന്റെ വലതുഭാഗത്ത് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് 14 വയസ്സ് മാത്രമുള്ള അവരുടെ സഹപാഠി അധ്യാപിക അപമാനിച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജീവൻ വെച്ചൊഴിഞ്ഞു പോയ കുട്ടിയാണ്. ആ കുട്ടിയുടെ മരണത്തിന് കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കണം, അതിന് കാരണക്കാർ ശിക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കണ്ണാടി സ്കൂളിലെ ആ വിദ്യാർത്ഥിയുടെ സഹപാഠികൾ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നുപോകുന്നത്. കുട്ടികൾ സംഘടിതമായി പ്രതിഷേധിക്കുകയാണ്.